ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പല്ലാരിമംഗലത്ത് വായനാ പക്ഷാചരണ സമാപനവും പ്രതിമാസ സംഗമവും സംഘടിപ്പിച്ചു. പല്ലാരിമംഗലത്ത് പക്ഷാചരണ സമാപനവും പ്രതിഭാസ സംഗമവും നടത്തി. കോതമംഗലം ബ്ലോക്കിലെ പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തും നഹാസ് സാഹിബ് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം സംയുക്തമായി പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച വായനാ പക്ഷാചരണ സമാപനവും SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ലൈബ്രറി കൗൺസിലും അതോടൊപ്പം തന്നെ പ്രാദേശിക തലത്തിലുള്ള ലൈബ്രറികളും ഒക്കെ ചേർന്നുകൊണ്ട് നടത്തുകയാണ്. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഈ പ്രവർത്തനത്തോടനുബന്ധിച്ച് നമ്മുടെ താലൂക്കിലെ വിവിധ ലൈബ്രറികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള പരിപാടികൾ താലൂക്ക് ലൈബ്രറി കൗൺസിലും ആവിഷ്കരിച്ചിരുന്നു. അതിനകത്തൊക്കെ ചില പരിപാടികളിൽ എനിക്കും പങ്കെടുക്കാൻ സാധിച്ചിരുന്നു. കേരളത്തിൽ തന്നെ താലൂക്ക് ലൈബ്രറി കൗൺസിലുകളിൽ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു താലൂക്കാണ് കോതമംഗലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ. നല്ല നിലയിൽ ഇപ്പോൾ സംസ്ഥാനത്ത് തന്നെ നമുക്ക് അഭിമാനത്തോടെ ഉയർത്തിക്കാണിക്കാൻ കഴിയുന്ന ഒട്ടനവധി ഗ്രന്ഥശാലകളും ലൈബ്രറികളും ഒക്കെ നമ്മുടെ ഈ താലൂക്കിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം സാംസ്കാരിക പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ KJ ജോയ് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OE അബ്ബാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മായിൽ, പഞ്ചായത്ത് അംഗങ്ങളായ സഫിയ സലീം, KM അബ്ദുൽ കരീം, സീനത്ത് മൊയ്തീൻ, KM മൊയ്തീൻ, ആഷിദ അൻസാരി, റിയാസ് തുരുത്തേൽ, നസിയ ഷമീർ, ഷിബി ബോബൻ, AA രമണൻ, പഞ്ചായത്ത് സെക്രട്ടറി EK കൃഷ്ണൻകുട്ടി, അസിസ്റ്റന്റ് സെക്രട്ടറി MM നസീമ, CDS ചെയർപേഴ്സൺ ഷെരീഫ റഷീദ്, ലൈബ്രറിയൻ KA ബിജു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.